അപ്സരയുടെ അടുത്ത് പൂജ വന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്സര ഇന്നുണ്ടായ പ്രശ്നങ്ങൾ പൂജയുടെ അടുത്ത് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഞങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് എന്ന് അപ്സര ചോദിക്കുന്നുണ്ട്. അപ്സരയെയും അർജുനെയും അതുപോലെ തന്നെ റസ്മിനെയും. നിങ്ങൾ ഡെൻ ടീമിൽ ഞങ്ങൾ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ റീസൺ എന്താണ് എന്നാണ് അപ്സര ചോദിച്ചത്. ഞങ്ങൾ ഡെൻ ടീമിൽ വന്നു പെട്ടു, അവിടെ ഗബ്രിയും ജാസ്മിനും ഉണ്ടായിരുന്നു എന്നുള്ള ഒറ്റ റീസൺ കൊണ്ട് ആ റൂം പൂട്ടിയിട്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമായിരുന്നില്ല. ഞങ്ങളും പവർ ടീമിലായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ റൂം പൂട്ടിയ സമയത്ത് ഞങ്ങൾ 3 പേരും അത് ഗെയിമിന്റെ ഭാഗമാണ്, അത് പവർ ടീമിന്റെ ഗെയിമാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നമേ ആയിരുന്നില്ല. നിങ്ങൾ തുറക്കുമ്പോൾ തുറക്കട്ടെ, അതുകൊണ്ട് അതൊരു ഗെയിമാണല്ലോ, പവർ ടീം കളിച്ച ഒരു ഗെയിമാണല്ലോ, അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. ഞങ്ങളത് ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അവർ തുറക്കട്ടെ, അതുവരെ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഗബ്രിയാണ് ഇല്ലില്ല, അതങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു പണി പണിയാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രിയാണ് അവിടെ കയറി സംസാരിച്ചത്. അവിടെ മോശം വാക്കുകൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഗബ്രി ഇതിൽ ഞങ്ങൾ ഇടപെടില്ല, ഇത് നിന്റെ മാത്രം കാര്യമാണ്, ഞങ്ങൾ ഇതിൽ ഇടപെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറിയിരിക്കായിരുന്നു. ഞങ്ങൾ 3 പേരും, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും അതിലുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ അവർക്കൊപ്പം ഞങ്ങളെ ശിക്ഷിച്ചത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ എല്ലാവരും ഞങ്ങളെ തികച്ചും ഒറ്റപ്പെടുത്തുന്ന പോലെയാണ് തോന്നുന്നത്. കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടെ ജാൻമണി വന്നുകൊണ്ട് വെറുതെ ഞങ്ങളുടെ അടുത്ത് വന്ന് മെക്കിട്ട് കയറുകയും വഴക്ക് പറയുകയും ചെയ്യുന്നതിനൊക്കെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നു. അർജുനെയൊക്കെ വെറുതെ ചീത്ത വിളിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് അതെല്ലാം തന്നെ നന്നായി ഹേർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റീസൺ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. പൂജയ്ക്ക് ആകെ എന്താ പറയണ്ടേ എന്നറിയുന്നില്ല. പൂജ ആകെ കൈമലർത്തുന്നുണ്ട്. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ചേച്ചി, ഞങ്ങൾ അങ്ങനെ ഇതായിട്ടില്ല, ഞങ്ങൾ നിങ്ങളെയും തെറ്റിദ്ധരിച്ചതായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ അറിയുന്നത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവിടെ അപ്സര പറയുന്നുണ്ട്, ഇന്നത്തെ പെർഫോമൻസിൽ ആരായിരുന്നു ബെസ്റ്റ് ആയിട്ട് പെർഫോമൻസ് ചെയ്തത്? ഞങ്ങളായിരുന്നില്ലേ? എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്നില്ല? നിങ്ങൾ ഞങ്ങൾക്ക് തരില്ല എന്ന് ഞങ്ങൾക്ക് മുന്നേ അറിയാം. ഞങ്ങൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രൈസ് കിട്ടാൻ പോകുന്നില്ല, പക്ഷെ വെറുതെ ആക്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെയല്ലേ ഉണ്ടായത്? എന്തായാലും നിങ്ങൾ ഫസ്റ്റ് കൊടുത്ത ടീമിനേക്കാൾ നന്നായി പെർഫോമൻസ് ചെയ്തത് ഞങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ അപ്സര. പൂജ പറയുന്നുണ്ട്, അങ്ങനെയല്ല ചേച്ചി, നിങ്ങൾ നന്നായി ചെയ്തു, പക്ഷെ അവർ കുറച്ചും കൂടിയും ആ എൻഡിങ് ഒക്കെ നന്നായി ചെയ്തു എന്നുള്ള കാരണം കൊണ്ടാണ് അവർക്ക് കൊടുത്തത്, ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പൂജ അവിടെ പറയുന്നുണ്ട്. അതെന്തായാലും പൂജ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ ഒരിക്കലും ഡെൻ ടീമിനെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അവരുടെ കൂടെ നിൽക്കുന്ന ടണൽ ടീമിനെ വിജയിപ്പിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അവർ അവിടെ ഗെയിം കളിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അവിടെ പൂജ അക്കാര്യത്തിൽ ഒരു കള്ളം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, ഞങ്ങൾ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പെരുമാറിയത്, ഞങ്ങൾ എന്തായാലും അവരുടെ അടുത്ത് പോയി സംസാരിക്കാം, എന്നിട്ട് എന്തായാലും ഇതിന് ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം എന്നാണ് പൂജ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പവർ ടീം ഇതിന് എന്താണ് ഫെയർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നത് എന്ന് നോക്കാം. കാരണം ഇവർ 3 പേരും തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഇവർ 3 പേരും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാണെന്നും അവർ 2 പേരും ജാസ്മിനും ഗബ്രിയും കളിച്ച നാടകത്തിൽ ഇവർ അംഗങ്ങളല്ലെന്നും അവിടെ അപ്സര കൃത്യമായി പൂജയെ അറിയിച്ചിട്ടുണ്ട്, പവർ റൂമിലെ പൂജയെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത് എന്നാണ് അപ്സരയുടെ ചോദ്യം. അതിനുള്ള ഉത്തരം പൂജയ്ക്ക് പറയാനില്ല. പൂജ ക്ഷമ ചോദിക്കുകയും പൂജ ഞാൻ എന്തായാലും എല്ലാവരോടും സംസാരിക്കാം എന്ന് പറയുകയുമാണ് നിലവിൽ ഇപ്പോൾ രാത്രി ലൈവില് ഉണ്ടായിട്ടുള്ളത്.